ഹലോ ഗൈസ്, എല്ലാവർക്കും ARG വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ടീസറുകളുടെ റിയാക്ഷൻ വീഡിയോ ആണ്. ദുൽഖർ സൽമാൻ ഫാൻസിനൊക്കെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ആ ദിവസം രണ്ട് ടീസറുകളാണ്, ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്ന സിനിമകളുടെ രണ്ട് ടീസറുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് രണ്ടും രണ്ട് ലാംഗ്വേജസിലാണ്. അതായത് തമിഴിൽ കാന്ത എന്ന് പറയുന്ന സിനിമയും അതേപോലെ തെലുങ്കിൽ ആകാശംലോ ഒക്കെ താര, അതായത് ആകാശത്തിലെ ഒരു നക്ഷത്രം എന്നാണ് മീനിങ് എന്ന് തോന്നുന്നു. അപ്പോൾ ആകാശംലോ ഒക്കെ താര എന്ന് പറയുന്ന ഒരു സിനിമയുടെയും, അത് തെലുങ്ക് സിനിമയാണ്, ലക്കി ഭാസ്കറിന് ശേഷം തെലുങ്കിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെയും ടീസർ അല്ല ഗ്ലിംസ് വന്നിട്ടുണ്ട്. അതായത് ഈ സിനിമ ഇപ്പോൾ പറഞ്ഞ സിനിമയുടെ ഗ്ലിംസും കാന്ത എന്ന് പറയുന്ന സിനിമയുടെ ടീസറും വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ ആണ് ദുൽഖറിന് ഈ രണ്ട് ടീസറിലൂടെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ലോക എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ആ ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് കാന്ത എന്ന് പറയുന്ന സിനിമയുടെ ടീസറും ആകാശംലോ ഒക്കെ താര എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഗ്ലിംസും നമുക്കൊന്ന് എന്തായാലും കണ്ടു നോക്കാം. ആകാശംലോ ഒക്കെ താര കണ്ടിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാം. എന്തായാലും മലയാളത്തിൽ DQ പടം ഇപ്പോഴും മിസ്സിംഗ് ആണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം പിന്നെ ഒരു ദുൽഖർ സൽമാൻ പടം വന്നിട്ടില്ല. ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഈ രണ്ട് സിനിമകളുടെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ആകാശംലോ ഒക്കെ താര, ആകാശത്തിലെ ഒരു നക്ഷത്രം എന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ മലയാളം വേർഷൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു ഗ്ലിംസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡ് जीवी प्रकाश म्यूजिकल वाओ दुल्खर सलमान फ्रेम का पोड़ी हैप्पी बर्थडे दुल्खर सलमान वाओ ആകാശംലോ ഒക്കെ താര. ഒരു ചെറിയ ഒരു ഗ്ലിംസ്, പക്ഷേ നൈസ് എക്സ്പീരിയൻസ്. കിടിലൻ ഫീൽ ഗുഡ് ഐറ്റമായിരുന്നു. ഈ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് GV പ്രകാശ് കുമാറിൻ്റെ ആ ഒരു മ്യൂസിക്, അതിൻ്റെ കൂടെ ആ ഒരു ഫ്രെയിംസ്, ദുൽഖർ സൽമാൻ്റെ ആ ഒരു എന്താ പറയുക പ്ലസൻ്റ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫീല്, നല്ലൊരു ഫ്രഷ്നെസ് ഈ ഒരു ഗ്ലിംസ് കണ്ടപ്പോഴത്തേക്കും ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. എനിക്ക് എന്തായാലും ആകാശംലോ ഒക്കെ താര എന്നൊക്കെ പേരൊക്കെ കേട്ടിട്ട് ഞാൻ ഈ ഒരു ടീസർ കണ്ടത്, ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു ടീസർ കണ്ടത്. പക്ഷേ ഒരു നൈസ് എക്സ്പീരിയൻസ്, ശരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഈ ഒരു ഗ്ലിംസിൽ കൂടെ തന്നെ കിട്ടി. പടം വരട്ടെ. ഈ ഒരു ഫ്രഷ്നെസ് പടം മൊത്തം ഫീൽ ചെയ്യുകയാണെങ്കിൽ ലക്കി ഭാസ്കറിന് ശേഷം വീണ്ടും ദുൽഖർ തെലുഗുവിൽ ട്രെൻഡ് ആകും, അത് ഉറപ്പ്. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലിംസ് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് GV പ്രകാശിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം എടുത്ത് പറയണം. ഓരോ ഫ്രെയിംസും നൈസ് ആയിരുന്നു ഗ്ലിംസിലെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് അടുത്ത ടീസർ ഒന്ന് കണ്ടുനോക്കാം. കാന്ത, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം, തമിഴിലെ ഐറ്റം. അപ്പോൾ ശരി, നമുക്ക് കാന്തയുടെ ടീസറും കൂടെ ഒന്ന് കണ്ടുനോക്കാം. കാന്ത കാന്ത ഞാനും വരാം. ശരി, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഓക്കെ, നമുക്ക് കാന്തയുടെ ടീസർ ഒന്ന് കണ്ടുനോക്കാം. റെഡി. മോഡേൺ സ്റ്റുഡിയോസ് തയ്യാറാക്കും திரைப்படம் சாந்தா, தமிழ் சினிமாவின் சாந்தா பேய் படம். பாபு, முதல் ஷாட் என்ன? சந்திரன் பெயிண்டிங்ல பேய் நீலிய பார்த்து பயப்படுறதையா? சமுத்திரகினி அவனும் இருக்காங்களா? அவர் இருக்காரையா? நான் உங்களை ஒன்று கேட்கலாமா? கேளுங்க. நீங்களும் ഈ ഗ്ലാസ് വെച്ച ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മറ്റൊരു തമിഴ് പടത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയിട്ട് ഒരു ലെജൻഡറി പെർഫോമൻസ് കാഴ്ചവെച്ച ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു നടനെയും നിങ്ങൾക്ക് ഓർമ്മ വന്നു. എനിക്കങ്ങനെ ഒരു സാമ്യത തോന്നി കേട്ടോ. എനിക്കങ്ങനെ ഒരു സാമ്യത ഫീൽ ചെയ്തു. അതാരാണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഫീൽ എനിക്ക് അടിച്ചു. ഞാനത് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്, അല്ലാതെ വേറെ നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും അല്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി എൻ്റെ മാത്രം തോന്നലാണെങ്കിലും റെഡി. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കണ്ടുവെക്കാം.
ஓ ஏன் பேசிக்காம இருக்கீங்க? கண்ண பெருசா எக்ஸலண்ட். வாவ் டிக்யூ. நீ யாருன்றது அந்த உலகம் பார்க்க போகுது. நான் அவர் மேல வச்சிருந்த மரியாதை அளவுக்கு வேற யாராலையும் வைக்க முடியாது. எல்லாரும் சொல்லுவாங்க அவன் தான். இந்த படத்தோட கதாசிரியரா இயக்குனரா நான் சொல்றேன், கதாநாயகன் கதாநாயகி எல்லாமே நீதான். சாந்தா சீன் 60 ஷாட் 1 டேக் 1. பாபு, அண்ணே, எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங்ல பேய் உருவத்தை பார்த்ததை பத்தி பேசிக்கிறீங்க. அது வேணா பாபு, ஏதாவது நல்ல சீன்ல ஆரம்பிப்போம். എന്റെ മോനെ പൊളി. ஐயா ஷாட் ஓகேயா? ஷார்ட் ஓகே. சீன் சேஞ்ச். என்ன நடிப்பு சக்கரவர்த்தி, ஆரம்பமே அமர்க்களமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டது தான். ഇത് പൊളിച്ച്. அப்புறம் படம் பேரு சாந்தா இல்ல, காந்தா. വാവ്. ஆடியன்ஸுக்கும் பிடிக்கும். അപ്പം സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് കാന്ത സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കും. പൊളിയുടെ DQ ആയാലും സമുദ്രകനി ആയാലും ഈ ഒരു ടീസറിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം ഒന്നിനൊന്ന് കിടിലം. ഇവിടെ മലയാളത്തിൽ മാസം എന്നും പറഞ്ഞ് കിങ് ഓഫ് കൊത്ത ചെയ്തപ്പോൾ കിട്ടാത്ത ആ ഒരു സ്വാഗ് ഈ ഒരു ടീസറിലെ ചില സീൻസ്, അതിനിപ്പം മാസം എന്ന് വിളിക്കാമോ ഗ്ലാസ് എന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം അന്യായ സ്വാഗാണ് DQവിനെ ഈ ഒരു ടീസറിൽ ലാസ്റ്റ് ആ ഒരു അവസാന ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ എക്സലന്റ് പെർഫോമൻസ്. ഈ ഒരു ടീസർ കണ്ടിട്ട് തന്നെ പറയുവാണ് എക്സലന്റ് പെർഫോമൻസ് എന്ന്. അതായത് ടീസറിലെ ആദ്യത്തെ ആ ഒരു കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വളരെ നൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കണക്ക് ഒരു മാസം സ്വാഗും ക്ലാസ്സും ഒക്കെ ചേർന്ന ഒരവസ്ഥ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയിട്ട് ഒരു എക്സലന്റ് ലെജൻഡറി പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു നായക നടനുണ്ട്. ആ ഒരു സിമിലാരിറ്റി എവിടെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞാണെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമായിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻസ്, അത് ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു സംഭവം. ഓക്കെ, അത് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ കിടിലൻ DQ പൊളിച്ച്. ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് കൊത്ത കഴിഞ്ഞ് പുള്ളിക്ക് വിഷമമായിട്ട് സിനിമ ചെയ്യാതെ കുറേ നാൾ മാറി നിന്നെന്നാണ് ഞാൻ, അങ്ങനെയൊക്കെ ഞാൻ സാധാ എല്ലാവരെയും പോലെ ഞാനും ചിന്തിച്ചു. പക്ഷേ കിടിലനായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ് ബാക്കിയുള്ള പടങ്ങളൊക്കെ ചെയ്യുന്നത്. ലക്കി ഭാസ്കർ വന്നു, അതെന്നെ ഞെട്ടിച്ചതായിരുന്നു. ശരിക്കും തിയേറ്ററിൽ അന്യായ എക്സ്പീരിയൻസ് തന്നൊരു പടമായിരുന്നു ലക്കി ഭാസ്കർ. അതിനുശേഷം ഇപ്പം കാന്ത, ആകാശം ലോ ഒക്കെ താര, ആ പടം. ഓക്കെ, ആ ഒരു ഗ്ലിംസും എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. അതും പടം വരട്ടെ, നല്ലൊരു ഫീൽ ഗുഡ് പടമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ പുള്ളി ട്രാക്ക് നൈസായിട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. മലയാളത്തിൽ ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു പടം വരുന്നുണ്ട്. അതൊരു മാസ് പടം തന്നെ ആയിരിക്കും. ചിലപ്പോൾ കിങ് ഓഫ് കൊത്തയിൽ മിസ്സായി പോയത് ഇവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ DQ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അത് കിടിലം. ഓക്കെ, ഓൾറെഡി ഹീസ് എ സൂപ്പർ സ്റ്റാർ ഇൻ മലയാളം. അതുകൂടാതെ അന്യഭാഷകളിൽ പോയിട്ട് ആക്ടർ എന്ന രീതിയിൽ നല്ലതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നല്ല വർക്കുകൾ തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നത്, അത് ആദ്യമൊക്കെ മലയാളത്തിൽ പടം ചെയ്യാതിരുന്നപ്പോഴത്തേക്കും എനിക്കൊരു നിരാശയൊക്കെ തോന്നി. പക്ഷേ പുള്ളിയുടെ നൈസ് പ്ലാനിങ് ആയിരുന്നു. ഓക്കെ, എവിടെ ചെയ്താൽ എന്താ, നല്ല കിടിലം പടം കിട്ടിയാൽ പോലെ. ലക്കി ഭാസ്കറൊക്കെ മലയാളം ഡബ്ബിങ് അടക്കം ഒരു മലയാളം പടം കാണുന്ന ഫീലിൽ തന്നെയാണ് കണ്ടത്. മൊത്തത്തിൽ പൊളിച്ച്. ഈ 2 ടീസറും എക്സലൻ്റ് ആയിരുന്നു. ആകാശം ലോക്ക് താര ആ ഒരു ടീസർ വല്ലാത്തൊരു എക്സ്പീരിയൻസ്, അതായത് ഒരു ഫ്രഷ്നെസ് ഫീൽ തന്നെങ്കിൽ കാന്തയിൽ ഒരു ക്ലാസും മാസും DQവിൻ്റെ ആക്ടിങ് എക്സലൻസ് ഈ ഒരു ടീസറിലൂടെ 1 മിനിറ്റ് 1.5 മിനിറ്റോളം ആ ഒരു ടീസറിലൂടെ തന്നെ നമുക്ക് കൺവേ ചെയ്ത് തരുന്ന രീതിയിലുള്ളൊരു ടീസർ. പടത്തിനായിട്ട് കട്ട വെയിറ്റിംഗ്. ഒറ്റ വാക്കി പറഞ്ഞാൽ കിടിലം. ദുൽഖർ സൽമാൻ എന്ന നടൻ മലയാളത്തിലേക്ക് വരുന്നത് മമ്മൂട്ടിയുടെ മകൻ എന്ന ഒരു ലേബലിലൂടെയാണ്. പക്ഷേ അവിടെ നിന്ന് ദുൽഖർ സൽമാൻ എന്ന ഒറ്റ പേരിലേക്ക് ഇന്ത്യ മുഴുവൻ അറിയപ്പെടണമെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് മാറുന്ന ഒരവസ്ഥ. അതായത് പുള്ളിയുടെ ആ ഒരു കഴിവ് കൊണ്ട് ചിലപ്പോൾ മലയാളത്തിൽ വേണമെങ്കിൽ ഒരു
ഒരു സേഫ് സോൺ, ഒരു സൂപ്പർ സ്റ്റാർ എന്നല്ല, ഒരു സേഫ് സോൺ നിലനിർത്താൻ പറ്റും സാധാരണ പടമൊക്കെ ചെയ്തു പോകുന്ന രീതിയിൽ. പക്ഷേ വെളിയിലേക്കും കൂടെ ചെന്ന് അവിടെ നല്ല പ്രോമിസിംഗ് ആയിട്ട് പ്രൊജക്ട്സ് ഒക്കെ കിട്ടി തൻ്റെ ആക്ടിങ് എക്സലൻസ് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കഴിവ് ഒരു ഒന്നൊന്നര കഴിവ് തന്നെയാണ്. ശരിക്കും അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ദുൽഖർ സൽമാൻ എന്ന ആക്ടർ ഞെട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്.